ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഇന്ദ്രിയങ്ങളിൽ കൂടി കാണപ്പെടുന്ന ഈ വസ്തുക്കളെല്ലാം ആ പരമചൈതന്യത്തിൻ്റെ രൂപാന്തരമാണ്. അത് ചലനാത്മകമായ ശേഷം നിശ്ചലമായ അത് ചലനാത്മകമായപ്പോഴാണ് ഈ രൂപാന്തരങ്ങൾ എല്ലാം ഉണ്ടായത്. നീരാവി വെള്ളമായും വെള്ളം ഐസായും തീരുന്നത് പോലെ ആ ചൈതന്യ മഹാശക്തി രൂപാന്തരപ്പെട്ടാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയപ്പെടുന്ന ഇന്ദ്രിയങ്ങളും അറിയപ്പെടുന്ന സർവ പദാർത്ഥങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതിനാൽ ഇത് ബോധിച്ച് നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ആ പരമചൈതന്യത്തെ നാം അറിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് നാം ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ കാണുന്നതെല്ലാം അതേ ചൈതന്യത്തെ ആയിരിക്കും. മുന്നമിക്കണ്ട വിശ്വാമശേഷവും ഒന്നായുള്ളൂ ഒരു ജ്യോതിസ്വരൂപമായി, ഒന്നായിരിക്കുന്ന ഒരു ജ്യോതിസായിട്ടായിരിക്കും പിന്നീട് കാണുന്നത്. ഇച്ഛയായും പൂച്ചയായും ആനയായും മനുഷ്യനായും സസ്യമൃഗ വൃക്ഷലതാദികളായി എല്ലാം പരിലസിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമചൈതന്യം ഏകമാണെന്ന ബോധം നമ്മളിൽ ഉണ്ടാകും. അതാണ് അന്യോന്യം ചേതന കണ്ടാതിരിക്കേ ദൈവീകമായി തീരുമീരേഴു ലോകം. മൃണ്മയമായി കാൺമതെല്ല് ഏതൊന്നതും പിന്നെ ചിന്മയമായി കണ്ടു നിർവൃതി നേടാം. ആ പരമചൈതന്യത്തെ നാം അറിയുന്നതിന് മുമ്പുള്ള ഈ ലോകത്തെ കാണുന്നത് നല്ലതാണ്, ചീത്തയാണ്, വേണ്ടതാണ്, വേണ്ടാത്തതാണ്, കറുത്തതാണ്, വെളുത്തതാണ് ഇത്യാദി ഭാവനയിൽ കൂടി വ്യത്യസ്ത ഭാവം ഇഷ്ടാനിഷ്ടങ്ങൾ പുലർത്തിക്കൊണ്ടിരുന്നത് പരമസത്യം ബോധിച്ചു കഴിയുമ്പോൾ പിന്നെ നാം എന്നിൽ ഉള്ളതെന്തോ അതാണ് മറ്റുള്ളവരിലും. അന്യോന്യം ചേതന കണ്ടാതിരിക്കേ, എന്നിലും മറ്റുള്ളവരിലും ഒരേ ചേതനയാണെങ്കിൽ നാം എന്നെപ്പോലെയാണ് മറ്റുള്ളവരെയും കാണുന്നത്. അന്യോന്യം ചേതന കണ്ടാതിരിക്കേ ദൈവീകമായിത്തീരും ഈരേഴു ലോകം. ദിവ്യമായ ആ ചൈതന്യമയമായി നാം എവിടെയൊക്കെ നോക്കുന്നുവോ അതെല്ലാം നമുക്ക് അതായി തോന്നും. അതാണ് അന്യോന്യം ചേതന കണ്ടാതിരിക്കുകയും. അവിടെ നിന്നയില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ, ആദരവും മാത്രമേ ഉള്ളൂ, ആദരവും ബഹുമാനവും. അന്യോന്യം ചേതന കണ്ടാതിരിക്കേ ദൈവീകമായിത്തീരുമീരേഴു ലോകം. മൃണ്മയമായി കാൺമതെല്ലാം പിന്നെ വടിലേ മൃണ്മയമായി. മൃൺ എന്ന് പറഞ്ഞാൽ മണ്ണായും കല്ലായും പല വസ്തുക്കളായി കാണുന്ന എല്ലാ വസ്തുക്കളും മൃണ്മയമായി കാൺമത് ഏതൊന്നതും പിന്നെ. നാം ഈ സാധാരണ കല്ലും മണ്ണുമായി കാണപ്പെടുന്ന ഈ വസ്തുക്കളെല്ലാം തന്നെ ചിന്മയമായി കണ്ടു, എല്ലാം ആ ചൈതന്യ സ്വരൂപമായി കണ്ട് നിർവൃതി നേടാം. അപ്പോൾ നമുക്ക് ആ നിർവൃതി മാത്രമായിരിക്കും, പരമമായ ആനന്ദാനുഭൂതി മാത്രമായിരിക്കും ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ഉണ്ടാവുക. ഒരാൾ നമ്മെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൽ ചിന്മയമായിട്ട് മാത്രമേ അവരെ കാണാൻ സാധിക്കുകയുള്ളൂ. അവരുടെ കാഴ്ചപ്പാടാണ് അവർ പറയുന്നത്, എൻ്റെ കാഴ്ചപ്പാട് അതല്ലല്ലോ. നാം ഓരോരുത്തരും ആ ദൈവീകമായ ഭാവത്തിൽ തന്നെയായി എല്ലാത്തിനെയും ദിവ്യമായി കണ്ടുകൊണ്ട് ആദരിക്കുമ്പോൾ
ഈ ചീത്ത പറയുന്ന വ്യക്തിയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. അതുകൊണ്ട് അതിലും നമുക്ക് ഒരു പരിഭവം ഉണ്ടാവുകയില്ല. അന്യോന്യം ചേതന കണ്ടാതിരിക്കെ ദൈവികമായിത്തീരും ഈരേഴു ലോകം. മൃണ്മയമായി കാൺമതേതൊന്നതും പിന്നെ ചിന്മയമായി കണ്ടു നിർവൃതി നേടാം. ഇത് വീണ്ടും വീണ്ടും ചൊല്ലുന്നത് നമ്മൾ അത്രയെങ്കിലും മനസ്സ് അതിലേക്കൊന്ന് ആണ്ടിറങ്ങട്ടെ എന്ന് കരുതിയാണ്. ഇത് വീണ്ടും വീണ്ടും നമ്മൾ മനനം ചെയ്ത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ്. അത്തരം അമൂല്യമായ രത്നങ്ങളാണ് ഇവയെല്ലാം തന്നെ. അതിനാൽ നാം ഇത് കേട്ട് മുഷിയരുത്. ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? ഇത് ആവർത്തിക്കപ്പെടേണ്ടവയാണ്. ഇവ വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഇത് മറക്കേണ്ടതല്ല. നമ്മുടെ മനസ്സ് എല്ലാത്തിനെയും കണ്ട് ആദരിച്ച് മൃണ്മയമായി കാണുന്ന ഇതിനെ ചിന്മയമായി കണ്ട് നമുക്ക് നിർവൃതി നേടാൻ സാധിക്കണം. അതാണ് ജന്മ ഉദ്ദേശം തന്നെ എന്ന് ബോധിക്കുക.